അവൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത അദൃശ്യ ലോകത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാനും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താനും ഏത് ഗ്രന്ഥ ലോകത്തുണ്ട് പറഞ്ഞതാ? അതൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതൊരു അധിപര ശക്തിയെ കൊണ്ടേ കഴിയുള്ളൂ. ആ ശക്തിയാണ് അള്ളാഹ്. ആ ശക്തി ഒരുവനാണ്, അവൻ ഏകനാണ്, അവനിൽ വിശ്വസിക്കണമെന്നാണ് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് വിശ്വസിച്ചിട്ട് ആ തൗഹീദിനെ വലിച്ചെറിഞ്ഞിട്ട് ശിർക്കിന്റെ പിന്നാലെ പോയാൽ കൈഫ യഹ്ദില്ല, ഞാൻ എങ്ങനെ അവർക്ക് ഹിദായത്ത് കൊടുക്കും? ഇല്ല. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. പോയില്ലേ, തകർന്നില്ലേ? വശഹിദു അന്ന റസൂല ഹഖ് വജഅഹുൽ ബയ്യിനാത്ത്. അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചവളാ, ഇസ്ലാമിക ശരീഅത്തിനെ അപമാനിച്ചവളാ, അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിച്ചവളാ, ബൈത്തുൽ മുഖദ്ദസിനെ അപമാനിച്ചവളാണ്, കഅബ ശരീഫിനെ അപമാനിച്ചവളാണ്, മദീന മുനവ്വറയെ അപമാനിച്ചവളാണ്. അതുകൊണ്ട് അവൾക്ക് ഹിദായത്തില്ല, അവർക്ക് ഹിദായത്തില്ല. അവർ ലാലിമാണ്, 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 അക്രമികളാണ്. കൈഫ യഹ്ദില്ല, അവർക്ക് എങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് നൽകുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അവരുടെ പര്യവസാനം എവിടെ? അവരുടെ പര്യവസാനം എവിടെ? ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വൻ നാസി അജ്മഈൻ. അവൾക്കുള്ള കൂലി, അവളുടെ കൂലി, അവന്റെ കൂലി. ഇസ്ലാമിക ശരീഅത്തിനെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവൾ അല്ലാഹു പറയാണ്, അവളുടെ കൂലി, അവൾ നിത്യമായും, അവൾ കാലാകാലവും ശപിക്കപ്പെട്ടവളാണ്. അല്ലാഹുവിന്റെ ശാപം, വൽ മലായിക, മലായികമാരുടെ ശാപം, വന്നാസി അജ്മഈൻ, സകല ജനങ്ങളും. അവൾ പോയില്ലേ മുടിയാൻ, തകരാൻ, നശിക്കാൻ. അവസാനം വേശ്യാലയത്തിൽ പോയി അവൾ ചാവും. അങ്ങനത്തെ പുഴുപിടിച്ച് ചാവും, പുഴുത്തി ചാവും. അതാണ് അവസാനത്തെ ഗതികേട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ശാപം അവളുടെ മേലേക്ക് ഇറങ്ങി. ഈ ശാപം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശാപം കയറിപ്പോയി അവളുടെ മേലേക്ക്. അല്ലാഹു പറഞ്ഞ വാക്കല്ലേ, ഖുർആനല്ലേ ഇത്. എന്നെ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞ വാക്കാണ്, അല്ലാഹു പറഞ്ഞ വാക്കാണ്. ലഅനത്തുല്ലാഹ്, ലഅനത്തുല്ലാഹ് വൽ മലായികതി വൻ നാസ് അജ്മഈൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻളറൂൻ. ഒരു എക്സ്ക്യൂസും ഇല്ല. നാളെ ആഖിറത്തിൽ അല്ലെങ്കിൽ ശിക്ഷ അവരെ നേരിടുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ അവൾ പോയിട്ട് പശ്ചാത്തപിക്കുകയാണ്. ഒരു പരിഹാര മാർഗമുണ്ടോ നാദാ? ഉണ്ടോ നാദാ? ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവളുടെ മേലുള്ള ശിക്ഷകൾക്ക് ഒരു കുറവും അല്ലാഹു വരുത്തുകയില്ല. ഒരലിവും അല്ലാഹുക്ക് തോന്നൂല, ഒരു കുറയലും കുറവും അല്ലാഹു തആല ചെയ്യൂല. നല്ല നിലയ്ക്ക് അല്ലാഹു തആല ശിക്ഷ ഉണ്ടാകും. ഒരവധി കൊടുത്തിട്ട് ഇനിയെങ്കിലും നീ ഒന്ന് തിരിഞ്ഞ് മനസ്സിലാക്കി പശ്ചാത്തപിക്കും. അതിനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ? ഈമാൻ ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ട് പോയവളാണ്. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണ് 20 വർഷം വരെ ഇസ്ലാമിൽ നിന്നവളാണ്. 21ാമത്തെ വർഷം അവൾ കുഫറിനെ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോയി. 1 വർഷം കുഫറിൽ താമസിച്ചു, വീണ്ടും തിരിച്ചു വന്നു 22ാമത്തെ വയസ്സിൽ. 21 വർഷത്തെ അവളുടെ സകല അമലുകളെയും അല്ലാഹു ഡിലീറ്റ് ആക്കി കളയും, നന്മകളെ ഡിലീറ്റ് ആക്കി കളയും. 23ാമത്തെ വയസ്സിൽ അവൾ മരിച്ചാൽ ഈ 20 വർഷത്തെ ശിക്ഷയും അവൾ അനുഭവിക്കേണ്ടി വരും. ചില ആളുകൾ കൊണ്ടുപോയിട്ട് ഷിർക്കിലേക്ക് പോയ പെണ്ണിനെ മുസ്ലിമാക്കി തിരിച്ചു കൊണ്ടുവരുമല്ലോ. നമ്മൾ മനസ്സിലാക്കണം. ഒളിച്ചോടിപ്പോയ ശൈത്താനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് തലയ്ക്ക് പിടിച്ചൊഴിഞ്ഞ് 3 തേങ്ങായും ഉടച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കും. എന്തൊരു ഷഹാദത്ത് കലിമ, എന്ത് ഷഹാദത്ത് കലിമ, ഡയബിൾ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്താൽ അവർക്ക് എന്ത് ഷഹാദത്ത് കലിമ? നമ്മുടെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അടിയിൽ കൂടെ വേറെ പരിപാടിയാണ്.
ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി മുസ്ലിമായെന്ന് വെച്ചോളി. ഈ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം, ഇപ്പൊ 40 വയസ്സ് അതൊക്കെ വിളിച്ചോടുന്നത്. ഈ 40 വയസ്സ് ഓടുന്നത് ഈ ഷിർക്കിന്റെ പിന്നാലെ പോകുമ്പോ ഈ 40 വർഷം അവൾ ചെയ്ത നിസ്കാരം, ഇബാദത്ത്, നന്മകളുണ്ടല്ലോ, അത് മുഴുവനും അല്ലാഹു തആല ഡിലീറ്റ് ആക്കും. എന്നിട്ട് 41ാമത്തെ വയസ്സിൽ ഇവൾ ഇസ്ലാമിനെ സ്വീകരിച്ച് വീണ്ടും കടന്നു വന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്തു. എന്നാലും അവൾ ഈ 40 വർഷം നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇസ്ലാം. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ എന്താ വിചാരിച്ച് എന്നാലും അവന്റെ കൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന ശാശ്വതമല്ല, ഇയാളെനിക്ക് പറ്റിപ്പോയി, അള്ളാഹ് പറ്റിപ്പോയി, അള്ളാഹ് ഇനി അങ്ങനെ പോയില്ല, അള്ളാഹ് പോയില്ല, കുഴപ്പമൊന്നുമില്ല, ഇനി പോയില്ല, ഇനി പോകാതിരുന്നാൽ മതി, പോയതിന് ഇടി വേറെ ഉണ്ട്. ഇസ്ലാമിക നിയമം അതാ. ആർക്കും അറിയില്ലല്ലോ സംഭവം. നമുക്കറിയോ? എല്ലാരും വിചാരിച്ചെന്താ, ഓഹോ പോയെങ്കിലും 2 ദിവസമേ കഴിഞ്ഞുള്ളൂ, പെട്ടെന്ന് ഇഞ്ഞ് വന്നു. 2 ദിവസമേ ഷിർക്കിൽ കഴിഞ്ഞുള്ളൂ. മാലയിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചോണ്ടിഞ്ഞ് വന്നു. മാലയിട്ടോ 18 വർഷം നിന്റെ ഡിലീറ്റായി. ഖുർആനും ഹദീസും ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും എല്ലാം ഡിലീറ്റായി. ആ 18 വർഷം നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ നീ നരകത്തിൽ കിടന്ന് ഇടി കിട്ടിയിട്ട് പിന്നെ അള്ളാഹ് വലിയ ഔദാര്യം ചെയ്താൽ കയറി പോകാം. ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ ആയത്തോടെ ഒതുക്കിപ്പിച്ചേരാ. إن الذين آمنوا إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. ഞാനീ പറയുന്നത് കൂട്ടിട്ട് മോശമായിട്ട് പോകുന്ന കേസിട്ടായി പറയുന്നത്. ഖുർആൻ കബറിലെ കൂട്ട് കബറിലേക്ക് പോവാണ്. കബറിൽ പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ മുകളിലെ കൂട്ടുകാരൻ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഖുർആനായത്താണ്, മനസ്സിലായില്ലേ? അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ, فلم تقبل من أحدهم ملء الأرض ذهبا ولو افتدى به. ഈമാനിന് ശേഷം കുഫറിലേക്ക് പോയ ഒരു വ്യക്തി, അവർ മരിച്ചുപോയി, അവർക്ക് വേണ്ടി നാളെ സ്വർഗത്തിലെത്തിപ്പെടാൻ ഈ ഭൂമി നിറയെ നിങ്ങൾ സ്വർണവും വെള്ളിയും സദഖയായി നൽകിയാൽ ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയും ചവറ്റുകൊട്ടയിലേക്ക്. ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും. ഒരു കാഫിറത്തിനെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ഒരു പെണ്ണ് ശിർക്കിലേക്ക് പോയി, കുഫറിലേക്ക് പോയി, അവളെ രക്ഷപ്പെടുത്താൻ അവളുടെ ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അവൾ പിഴച്ചവൾ, അവൾ നരകത്തിന്റെ അവകാശി. പോയില്ലേ, തീർന്നില്ല. എന്താ നിങ്ങൾ വിചാരിച്ചേ? അള്ളാഹിനോടുള്ള കളി? അള്ളാഹിനോടാണോ കളി? എന്താ വിചാരിച്ചത്? ഖുർആന്റെ വാക്കാ. അല്ലാഹു ഉപയോഗിച്ചെന്താ? ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം ثم ازدادوا كفرا لن تقبل توبتهم. لن تقبل توبتهم. കാഫിർ ഈമാനിൽ നിന്ന് കുഫറിനെ ഇഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോയി, അവരുടെ തൗബയ്ക്ക് സ്വീകാര്യമില്ല. ഔലൈക ഹുമുൽ ളാലിൻ. അവർ പിഴച്ചവർ തന്നെയാണ്. പണ്ടാരടങ്ങാൻ നീ ശിർക്കിനെ പിടിച്ചോണ്ട് പോണ ഒരു മുസ്ലിമിന്റെ കൂടെ വിളിച്ചോടി പോവില്ലെന്ന് പറഞ്ഞാൽ കേൾക്കൂല. എല്ലാം മുട്ടിയിരിക്കുകയാണ്, പോകാൻ രക്ഷയില്ല. ഇപ്പൊ നമ്മളിപ്പോ പോകണ്ടെന്ന് പറയാൻ ഒരു മുസ്ലിമിന്റെ കൂടെ പോകും, ഈമാനുള്ളവന്റെ കൂടെ വിളിച്ചോടിപ്പോ. എന്നാലും മുശ്രിക്കാവൂലല്ലോ, കാഫിറാവൂലല്ലോ. ഇത് കുഫറിനെ ഇഷ്ടപ്പെട്ടു പോവല്ലേ. അവസാനം എവിടെയൊക്കെ പോയി എത്തുന്ന മോളെ? എവിടെയൊക്കെ പോയി എത്തുന്നത്? നിന്റെ ഖബറിൽ വരുന്ന കൂട്ടുകാരി ആരായിരിക്കും? അതാണ് നമുക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തത്. അതാണ് ഞാൻ ഈ ഓതിയായത് നേരത്തെ. ഖാലിദീന ഫിഹാ നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ് ലാ യുഖഫഫു അൻഹുൽ അദാബ്. മാത്രല്ല ഇവരുടെ ഈ ഇങ്ങനെ പോകുന്നവരുടെ റൂഹിനെ പിടിക്കുന്നതും അല്ലാഹു തആല വളരെ മൃഗീയമായിട്ടാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും تقولون على الله غير الحق وكنتم عن آياته تستكبرون. നല്ലപോലെ ശ്രദ്ധിക്കുക.
ഇസ്ലാമിനെ കുറിച്ചൊക്കെ മുസ്ലിം പേരിൽ കുറെ കോഞ്ഞാട്ടകള് മൊയന്തുകള് ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഓർക്കും അവൾ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോണ എന്തിന് സഹോദര? ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുക്തിവാദിയോ അവൾ ഇസ്ലാമിന് ശത്രുവല്ലേ, ഇസ്ലാമിന് ശത്രു, ഇസ്ലാമിനെ അനുകൂലിച്ച് പറയോ? പിന്നെ എന്തിനത് കേൾക്കണം? പിന്നെ എന്തിനത് ഫോർവേഡ് ചെയ്യണം? അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൽ തന്നെ തെറ്റാണത്. അത് ഷിർക്കിന് വേണ്ടി ഹറാമിന് വേണ്ടി പൈസ ചെലവാക്കിയതിന്റെ ശിക്ഷ കിട്ടും. അതെന്തിനു നിങ്ങൾ കേൾക്കണം? ആർക്കും മറുപടി കൊടുക്കാൻ, ആർക്കും മറുപടി കൊടുക്കാൻ. ദാലികൽ കിതാബ് ലാ റൈബ പരിശുദ്ധമായ ഖുർആൻ സംശയം വേണ്ട, നിസ്സംശയം നിസ്സംശയം അത് വഴികാട്ടിയാണ്, അത് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അതാരാണോ അതിനെ ഇഷ്ടപ്പെട്ടു വരുന്നവർ അവർക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്ത മഹനീയമായ മഹത് ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ സംശയമേ ഇല്ല, അതിൽ വൈരുദ്ധ്യമേ ഇല്ല. പിന്നെ നമ്മൾ എന്തിനു മറുപടി കൊടുക്കണോ? ഞാനോ നിങ്ങളെ മറുപടി കൊടുത്ത ഇവ മുസ്ലിം ആവോ? ആയിരക്കണക്കിന് യൂറോപ്പിലെ മക്കൾ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ പരട്ടകള് പനങ്കരട്ടികള് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ എന്തിനത് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള അത് പറയുന്ന കേൾക്കുസ്താദ്, ഇതൊന്നും പറയുന്ന കേൾക്കുസ്താദ്, ഇതൊക്കെ മറുപടി കൊടുക്കും. ആർക്കും മറുപടി കൊടുക്കാന്, ആർക്കും മറുപടി കൊടുക്കാന്? ഈ മുശ്രിക്കത്തിന്, ഈ കുഫ്രിയത്തിന് എന്ത് മറുപടി? ഇവർക്കെന്ത് മറുപടി? മിണ്ടരുത്. ആ സമയം 10 സലാത്തുള്ള ദിക്റിൽ എന്റെ കൂലി കിട്ടും നമുക്ക്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കേൾക്കുകയും ചെയ്യരുത്. അതൊക്കെ തട്ടി വിട്ടേക്കണം. വല്ലി അത് അവര് വളരാൻ വേണ്ടി ഉള്ള ഒരു പ്രചോദനമാണത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യം നമ്മൾ അംഗീകരിച്ച പോരെ. നമ്മളതൊക്കെ എന്തിനാ സ്വീകരിക്കാൻ? തട്ടി വിട്ടേക്കണം. അതൊന്നും സ്വീകരിക്കാനേ പാടില്ല, കേൾക്കാനേ പാടില്ല. വല്ലി എന്ന് നമുക്ക് സമയമില്ല. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. എനിക്ക് സമയമില്ല, എനിക്ക് ജാഹിലിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും അതിനു വേണ്ടി മറുപടി പറയാനും ഇതിന് നമുക്ക് സമയമില്ല. സലാമുൻ അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ, നമ്മൾ നമ്മുടെ പണിയൊക്കെ. അതാണ് ഖുർആൻ പറഞ്ഞത്. കാരണം അവർക്ക് ഹിദായത്ത് കിട്ടില്ല നല്ല പറഞ്ഞ വാക്കല്ലേ. പിന്നെ നമ്മൾ എന്തിനു വെറുതെ കിടന്ന് നമ്മൾ കഷ്ടപ്പെടാൻ പോണത്? നമ്മൾ കഷ്ടപ്പെട്ട് കാര്യമില്ല. അല്ലാഹ് പറഞ്ഞു ഹിദായത്ത് കിട്ടൂല എന്ന്. പിന്നെ എന്തിന്? ഹിദായത്ത് അല്ലാഹു തആല കൊടുക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവനാണ് അല്ലാഹ് ഹിദായത്ത് കൊടുക്കുക. ഇസ്ലാമിനെ പുച്ഛിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരും ഹിദായത്ത് കൊടുക്കൂല. അങ്ങനെ കൊടുത്ത ചരിത്രം ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കണത്. ഇനി അവന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ ഇസ്ലാമിനെ ആക്ഷേപിച്ചേക്കാം. അവൻ പെട്ടെന്ന് പഠിക്കും, മനസ്സിലാക്കുമ്പോൾ അവൻ ഉടനെ പശ്ചാത്തപിക്കും. അവന് ചിലപ്പോൾ ഹിദായത്ത് കിട്ടിയേക്കാം, അവന് ഹിദായത്ത് കിട്ടിയേക്കാം. പക്ഷെ അതല്ല, ഇസ്ലാമിനെ പരസ്യമായി രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രോശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മൾ മറുപടി കൊടുത്തോണ്ടവർക്ക് ഹിദായത്ത് കിട്ടൂല. ഇത് അല്ലാഹ് തന്നെ പറഞ്ഞ കാര്യമാണ്, ഹിദായത്ത് കിട്ടൂല. പിന്നെ അതിനു വേണ്ടി നമ്മൾ സമയം മെനക്കെടാൻ നിൽക്കല്ലേ. അതാണ് നമ്മൾ പറയേണ്ടത്. സമയം നമ്മൾ മെനക്കെടുത്തണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് കിട്ടിയ ഹിദായത്ത് അത് പൊട്ടിപ്പോകാതെ പിടിച്ചു വെച്ചോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആലിമീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അല്ലാഹു തആല എന്താ വളരെ മൃഗീയമായ നിലയിലാണ് റൂഹിനെ പിടിക്കുന്നത്. മലക്കുകൾ വന്നിട്ട് പറയും, അഖ്രിജൂ അൻഫുസകും, പുറത്തെടുക്കടാ നിന്റെ റൂഹിനെ, വലിച്ചെടുക്കടാ നിന്റെ പുറത്ത്. യൽരിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖത്തും മുതുകത്തും അടിയാണ്, ഭയങ്കരമായ അടിയാണ്. എടുക്ക് പുറത്ത് വലിച്ചൂരി എടുക്കാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാ നിന്നെ ഇത്രത്തോളം മൃഗീയമായ നിലയിൽ ഞങ്ങൾ റൂഹിനെ പിടിക്കുന്ന നിനക്കറിയോ? അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹു പറയാത്തത് അല്ലാഹുവിന്റെ മേൽ പറഞ്ഞവനല്ലേ. അല്ലാഹു അറിയിക്കാത്തത് അവന്റെ മേൽ അപരാധം പറഞ്ഞ് കെട്ടിച്ചവച്ചവനല്ലേ. പരിശുദ്ധമായ ശരീഅത്ത് അത് വിശാലമാണ്, ലോകർക്കത് മാതൃകയാണ്, സകലമാന മക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ മഹനീയമായ മാതൃകയാ, മഹത്തരമായ ഗ്രന്ഥമാണ്. അതിനെ ആക്ഷേപിച്ചവനല്ലേ, അധിക്ഷേപിച്ചവളല്ലേ. അല്ലാഹുവിന്റെ മേൽ അപരാധം പറഞ്ഞവനെ, നിന്റെ ആത്മാവിനെ മൃഗീയമായ നിലയിൽ പിടിക്കാനാണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കൽപ്പിച്ചത്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം നിനക്ക് നൽകപ്പെടുന്നത് നിന്ദ്യമായ ശിക്ഷയാണ്. എന്താ സംഭവം? കാരണം ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്,
അള്ളാഹുവിനെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തിയവരല്ലേ. രാവിലെ ചായ കുടിക്കാൻ കടയിൽ പോയിരുന്നിട്ട് ഇസ്ലാമിക പേരും വെച്ച് യുക്തിവാദി നിരീശ്വരവാദികൾ ഇസ്ലാമിക ശരീഅത്തിനെ അടച്ചാക്ഷേപിക്കുമെങ്കിൽ അവന്റെ റൂഹിനെ പിടിക്കുന്നതും ഈ മൃഗീയമായ കോലത്തിലാണ്. ചില പനങ്കരട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് മീഡിയയിൽ കൊണ്ടിരുത്തും. നല്ല മൊയ്ലിയാക്കന്മാരെ വിളിച്ചിരുത്തൂല, ഇരുത്തോ എന്നാൽ ഇസ്ലാമിന്റെ ഹക്ക് പറയും. ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കുറെ ജാരസന്താനങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി മീഡിയയിൽ ഇരുത്തിയിട്ട് ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ച് ചോദിക്കും. മൂത്രമൊഴിച്ചാൽ കഴിവാത്തവനാ, അവന്റെ അടുത്ത് എന്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ? അതാണ് മീഡിയക്ക് വേണ്ടത്. അല്ലാതെ ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഇസ്ലാമിക ശരീഅത്ത് വ്യാപിപ്പിക്കാൻ ഏതെങ്കിലും മീഡിയകൾ സമ്മതിക്കോ? സമ്മതിക്കൂല. റൂഹിനെ അല്ലാഹു തആല പിടിക്കുന്നത് ഈ കോലത്തിലാണ്. എങ്ങനെ? അൽയൗമ തുജ്സൗന അദാബൽ ഹുൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്തത് നീ പറഞ്ഞവനാണ്. തീർന്നില്ല. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ആയത്തിനെ ധിക്കരിച്ച് അഹങ്കരിച്ച് കിബിർ കാണിച്ച് അതിനെതിരെ പല്ലിളിച്ച് നടത്തിയവനാണ്, നടന്നവനാണ്. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഇതാണ്. ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത് കൂട്ടുകാരാ, കൂട്ടുകാരി? ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? എന്തായാലും ഒരിക്കൽ ഒരു മരണമുണ്ടാകും, അത് യാഥാർത്ഥ്യമായിരിക്കും. ആ മരണം നല്ല മരണമായാൽ നിനക്ക് ആ ഖബറിൽ ആ നല്ല മരണം കൂട്ടുകാരനായിട്ട് വരും. ആ മരണം ദുനിയാവിൽ അത് മോശമാണെങ്കിൽ ആ മോശമായ അവസ്ഥയിലായിരിക്കും നീ ഖബറിലേക്ക് പോവുക. അതുകൊണ്ട് ഖബറിലെത്തുന്ന നന്മകൾ എന്താണ്, കൂട്ടുകാരെന്താണ്, ഖബറിലെത്തുന്ന നല്ലവർ ആരാണ്, മോശമായവർ ആരാണ്, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ ബഅദി മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ അവനെ സഹായിക്കുന്ന കൂട്ടുകാർ ആരൊക്കെ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നല്ലപോലെ ശ്രദ്ധിച്ചോ. അല്ല നിങ്ങൾ ഈ പറയുന്ന സമൂസായോ പൂവമ്പഴവും രസകദളിയോ ഒന്നും അങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കിയോ കൊള്ളാം. ഈ ഹദീസ് നബി ഞങ്ങൾ പറഞ്ഞ വാക്കാണ്, സഹീഹ് ഇബ്നു മാജ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹോദരിമാരെ നല്ലപോലെ മനസ്സിലാക്കും. കൂടുതൽ സഹോദരിമാർക്കാണ് ഇപ്പൊ ഈ അള്ളാഹയെ കുറിച്ച് പേടിയില്ലാത്ത, വല്ലാഹി സത്യം അള്ളാഹയെ പേടിയില്ലാത്ത പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ ഈ പോണത്. അള്ളാഹെ പേടിയില്ല. എന്ത് കല്ലി വല്ലി വ്യഭിചരിക്കാനൊന്നും ഒരു പേടിയില്ല. ചുമ്മാ ചായ കുടിക്കുന്ന പോലെ പണ്ട് നായനാര് പറഞ്ഞ പോലെ ഒന്നൊരു പേടിയേ ഇല്ല. സംഭവം കല്ലി വലിയ സംഭവം. തക്കം കിട്ടിയാൽ എവിടെ മൂലക്കെങ്കിൽ മൂല കഥവിന്റെ സൈഡിലേക്ക് സൈഡിൽ പത്തായത്തിന് കട്ടലടിയിൽ കട്ടൽ എവിടെയെങ്കിലും അതൊരു പേടിയില്ലെന്ന് സംഭവം. ഒരു ചായ കുടിക്കുന്ന പോലെ പേടിയില്ല. അള്ളാഹെ പേടിയില്ല. അതൊരു പേടി. അള്ളാഹ് ഒരു ചുമ്മെങ്കിലും ഒരു പേടി വരും. കാരണം ഈ തെറ്റുകൾ ചെയ്ത് 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 മൊത്തം കൽബിന്റെ ഉള്ളില് പൂപ്പ് ക്ലാവ് പിടിച്ചുപോയി. ഇനി അതെന്താവൂല, മാഫി ഫായിദ. ആ പാത്രം ഇനി മാഫി ഫായിദ. അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും തെറ്റ് ചെയ്യാൻ ഒരു പേടിയില്ലാതെ പോകുന്നത്. ആദ്യമൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, പെട്ടെന്നുള്ള ഞാൻ ചെയ്തു പോയ പ്രശ്നം മാപ്പക്കണേ അല്ലാഹ്, ഒരു പേടി ഉണ്ടാവും. ശരിയാണ്. പിന്നെ വീണ്ടും 2, 3, 4, 5, 6, 7 എല്ലാം തൗബുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കല്ലി വലിയ പേടിയൊന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു ഭയപ്പെടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. രഹസ്യത്തിൽ അല്ലാഹയെ ഭയപ്പെടുന്നവർക്ക് വലിയ കൂലിയാണ്. അത് കിട്ടണം. അത് കിട്ടിയാവും വലിയായി. അവൻ യഥാർത്ഥ വലിയെന്ന് പറയുന്നത് അതാണ് സംഭവം. രഹസ്യത്തിൽ അല്ലാഹയെ പേടിക്കണം. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയോ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കും. ഷാളിട്ട് നടക്കുമ്പോൾ വലിയ ഷേഖുനായിട്ട് നടക്കും. പിന്നെ ഷാളൊക്കെ ഊരി ഒന്നുമില്ലാതെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബർമൂടായിട്ട് ആരാ ഇവനാരാ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചോനെ, നമ്മളൊക്കെ ദുആഫാക്കളാണ്, ഫഖീറാണ്. അള്ളാഹുവിനെ ഞങ്ങൾ അപമാനിക്കല്ലേ പഠിച്ചോനെ. ഞങ്ങളുടെ പാവങ്ങൾ കാരണമായി ഞങ്ങൾ അപമാനിക്കല്ലേ അള്ളാഹുവെ. ഞങ്ങളെ ഇസ്സത്തിലാക്കണേ പഠിച്ചോനെ, ഇഫത്തിലാക്കണേ പഠിച്ചോനെ. നമ്മളെല്ലാം തെറ്റുകാരാ ഹബീബേ. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തൗബ ചെയ്യണം അള്ളാഹുലേക്ക്.
തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തൗബ ചെയ്ത് പെട്ടെന്ന് അള്ളാഹിലേക്ക് മടങ്ങണം. ഇത് ചുമ്മാ പിന്നെയും 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 ഒരുമാതിരി സ്നാക്ക് കഴിക്കുന്ന പോലെ, സ്നാക്സ്, ചായക്ക് കടി, സ്നാക്സ്, അതുപോലെ ആയിപ്പോയില്ല സംഭവം. പിന്നെ അങ്ങനെ അള്ളാഹ് ഓർക്കുന്ന അല്ലാഹു തആല പറയുന്നത് വലം യുസിറു അലാ മാ ഫഅലു വലം യുസിറു അലാ മാ ഫഅലു. നീ തൗബ ചെയ്തു, പക്ഷെ നീ അതിൽ സ്ഥിരമായിട്ട് പണിയെടുത്ത് ആ സ്നാക്സ് കഴിക്കാൻ നിൽക്കരുത്. സ്ഥിരമായിട്ട് സ്നാക്സ് കഴിക്കാതിരുന്ന പാവം പോർക്കാർ ഇത്തിരി ബുദ്ധിമുട്ട്. നീ ചെയ്തു പോയി 1-2 പ്രാവശ്യം അല്ലാഹുവേ ഞാൻ ചിരിച്ചു 2 കടി കടിച്ചു പോയി, എന്ത് ചെയ്യണം, മാപ്പാക്കി. തൗബ ചെയ്ത് അള്ളാഹിന്റെ പൊരുത്തം വാങ്ങി നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങി ഇൻഷാ അല്ലാഹ് ഇനി നീ കടിക്കാതെ സൂക്ഷിച്ചാൽ മതി. സംഭവം അതാണ് അതിന്റെ അർത്ഥം. അല്ല പിന്നെയും പിന്നെയും പോയിട്ട് പിന്നെ തൗബ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പല മിസ്റും അല്ല മഫഅലും അറിഞ്ഞുകൊണ്ട് പിന്നെ എന്റെ മുന്നിലേക്ക് ചാടാന്നാൽ അത് അള്ളാഹ്ക്ക് പിടിക്കൂല. അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന് തൗഫീഖ് തരട്ടെ. തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല അബിവേ, എല്ലാവരും തെറ്റുകൾ ചെയ്യും. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ നമ്മുടെ തെറ്റുകളൊക്കെ? തെറ്റുകളൊക്കെ അതിനെ അള്ളാഹു തആല ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്തേക്കുന്നത്. എവിടെ ക്യാമറ? എല്ലായിടത്തും ഉണ്ട്. അല്ലേ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചവനെ നമ്മളിപ്പോ ഒരു ഇപ്പം പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പൊ കടയിലൊക്കെ പോകുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിലും നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ നോക്കും, വല്ല സാധനം ഇരിപ്പുണ്ടോ എന്ന്. വണ്ടി ഓടിക്കുമ്പോഴും വീട്ടിൽ പോകുമ്പോഴൊക്കെ നോക്കും, അതൊക്കെ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാ. ഇപ്പൊ അങ്ങനെയാണല്ലോ, എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അതാണ് ക്യാമറ. രഹസ്യ ക്യാമറ അല്ല, അതാ രസം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ CCTV, നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾ നിരീക്ഷകരാണ്, നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. രഹസ്യം അല്ലല്ലോ, അതാ രസം. രഹസ്യം അല്ല. പോലീസുകാരാണെങ്കിലും അത് രഹസ്യമായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ്, പരസ്യമാക്കണം, എന്നിട്ട് വേണം നോക്കാൻ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ അപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്ന് എഴുതി വെക്കുന്നത് ഫ്രണ്ടിൽ. മനസ്സിലായില്ലേ? പിന്നെ അറിയിച്ചില്ല എന്ന് വേണം. അതാ അള്ളാഹ് ഖുർആനിലും പറഞ്ഞതാ, ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അള്ളാഹും ഖുർആനും നേരത്തെ പറഞ്ഞിട്ടാ ഫിറ്റ് ചെയ്തത്. വകുല്ല ഇൻസാൻ അൽസംനാഹു طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. പോകുമ്പോൾ നമ്മുടെ ക്യാമറ CD എടുത്തിട്ട് വലിയൊരു കിതാബാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുക. എൻ്റെ 10-12 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള മുഴുവൻ CD ഇതിനകത്തുണ്ട്. 12 വയസ്സ് വരെ ബാലികാവുന്നത് വരെ അള്ളാഹു ഒഴിവാക്കി തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം അതിലുണ്ട്. വലിയൊരു കിതാബായിട്ട്, CD ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ തൊട്ട് മറ്റേ പിന്നെ 3D 4G 6GB അതെന്താ 1TB 2TB അതൊന്നും ആവില്ല സംഭവം. അതെല്ലാം പൊട്ടിത്തെറിച്ചു പോകും. അത്രയ്ക്കും പണിയല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കിതാബാക്കി അള്ളാഹു വെച്ചേക്കാം. 2 വർഷം ജയിലിൽ കിടക്കുന്നവനെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുക നമ്മൾ വായിച്ചിട്ടില്ല. 25,000 പേജുള്ള കുറ്റപത്രം. എൻ്റെ ജീവിതത്തിൽ 25,000 കേട് കണ്ടിട്ടില്ല. അതാ കൊണ്ടുപോയി കൊടുക്കുന്നത്. ടിപ്പറിനകത്ത് ഇവന്റെ കുറ്റപത്രം കോടതി കൊണ്ട് സമർപ്പിക്കുന്നത്, ടിപ്പറിൽ. കാരണം ഇത് ആര് പൊക്കിക്കൊണ്ട് പോകാൻ 25,000? കേവലം ഒരു 2 വർഷം പണിയെടുത്ത ഒരു തെറ്റ് ചെയ്തവന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഈ 40 വർഷവും 30 വർഷവും 35 വർഷവും 25 വർഷവും ഒക്കെ തെറ്റ് ചെയ്ത് നമ്മുടെയൊക്കെ സീഡിക്കകത്താക്കിയ പൊട്ടിത്തെറിച്ചു പോയത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്താ? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ. ആ ക്യാമറ നാം ഖിയാമത്ത് നാളിൽ പുറത്തെടുക്കും. കിതാബാ, ഒരു വലിയ പുസ്തക രൂപത്തിൽ. യൽഖാഹു മൻശൂറാ, തുറന്ന പുസ്തകം. തുറന്നു വെച്ചേരും. ഏയ് അബൂബക്കർ വാ. പ്രച്ചോനെ പേടി വരും. വിളിക്കാൻ അല്ലാഹു തആല എന്താ രംഗമല്ലേ. ഒരു ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ നമ്മൾ എത്ര തൗബ ചെയ്താലും ഹജ്ജ് ചെയ്താലും അല്ലാഹ് പുറത്തു വരും. പക്ഷെ എന്നാൽ ചെയ്ത തെറ്റ് അല്ലാഹ് നമ്മളെ രഹസ്യമായിട്ട് കാണിക്കും. അതാ രസം. ചാളൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ കാണുന്ന രംഗം ആലോചിക്കാനേ വയ്യ. എന്താണ് അള്ളാന്റെ പണി? അതാണ്. എന്നിട്ട് അള്ളാഹ് ആരാ? അവൻ അജയ്യനാണ്, അതിപരാശക്തിയാണ്. ഇതെല്ലാം കാണുന്നുണ്ട്. നിന്റെ ഓരോ പ്രവൃത്തികൾ അള്ളാഹ് കാണുന്നുണ്ട്. അത് നീ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ഉഡായിപ്പ് ദൈവമൊന്നും അല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കി തരാം. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തബാരക വതആല യുദ്നിൽ മുഅ്മിന ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു.
അള്ളാഹു തന്റെ ദാസനെ നാളെ ഖിയാമത്തിൽ വിളിച്ച് അടുത്തേക്ക് വരുത്തും. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു മുബാറക്കായ ഒരു തുണിയിട്ട് അവനെ അങ്ങ് മൂടും. അവന്റെ ഉള്ളിലേക്ക് അവനെ അങ്ങോട്ട് മൂടും. അപ്പൊ അള്ളാഹു നമ്മളേ ഉള്ളു, വേറെ ആരുമില്ല. രഹസ്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇയാളെ കൂട്ടിയിട്ട് പോകൂലേ അകത്ത്? എല്ലാ പണി ഇവിടെ ഉണ്ട്. ഇത് തന്നെ അള്ളാഹു തആല അവിടെ ആഖിറത്തിൽ എടുക്കാൻ പോണ പണി ഇവിടെ ഉണ്ടല്ലോ. രഹസ്യമായി 2 മണിക്കൂർ നേരം ചോദിച്ചു, 5 മണിക്കൂർ നേരം ചോദിച്ചു, 9 മണിക്കൂർ നേരം പത്രത്തിൽ വായിക്കുന്നില്ല രഹസ്യമായിട്ട്. ഇപ്പൊ വലിയ വലിയ ശേഖന്മാരൊക്കെ കിടക്കുന്നുണ്ടല്ലേ, അവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെയാണ് അള്ളാന്റെ കളി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. ആരെ എവിടെ കിടക്കുന്ന ഇവനൊക്കെ ആരെ പൊക്കും, പൊങ്ങിയവനെ താക്കാനും താത്തവനെ പൊക്കാനും ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. എപ്പോഴും ദുആ ചെയ്ത് തൗബ ചെയ്ത് വെറും ഒരു പാവി ഫക്കീറായിട്ട് നടന്നു, കിബറായിട്ട് നടക്കണ്ട. എപ്പോഴാ പൊക്കിക്കൊണ്ടിടുന്നതെന്ന് അറിയില്ല. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. വലിയ കിബർ കാണിക്കണ്ട ഭൂമിയിൽ. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തവരാണ്. അതുകൊണ്ട് ആ രീതിയിൽ പേടിച്ചു പിടിച്ചടക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മളെ വിളിക്കും. ഓരോരുത്തർ 1 by 1 ഓരോരുത്തരായിട്ട് വാ. അതൊക്കെ അള്ളാഹ് സരീഉൽ ഹിസാബാണ്. അള്ളാഹ്ക്ക് പെട്ടെന്ന് നടക്കും. നമ്മളെ പോലെ ഒന്നുമല്ല കുറെ നേരം ക്യൂ നിൽക്കണ്ടായി, വെയിൽ കൊള്ളണ്ടായി. അള്ളാഹ് സരീഉൽ ഹിസാബാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് ഫയലാഉ അലൈഹി കനഫഹു വയസ്തുറുഹു ബിരിദാഇഹി, അവന്റെ ചാദറെ മുബാറക്, അതൊരു പ്രത്യേകമായ ഒരു പുതപ്പിനകത്ത്. അതെങ്ങനെയുള്ള പുതപ്പ് അത് അല്ലാഹു അലം. അതെന്തു ആകട്ടെ, അതൊരു ഒരു ആലങ്കാരിക ഭാഷയാണ് ഹദീസിൽ വന്നത്. അങ്ങനെ എന്നെയും നമ്മളെയും അല്ലാഹുവും ഞാനും നമ്മൾ ഓരോരുത്തരും അല്ലാഹുവുമായിട്ട് നമ്മൾ മാത്രം കേട്ടോ. അല്ലാഹ് നമ്മളോട് എത്ര കരുണയുള്ളതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും അത്രേ, നമ്മൾ ചെയ്ത പാവം എടുത്തിടും. 18 വയസ്സിൽ, 19 വയസ്സിൽ, 20, 21, 22, 23, 24, 25, 26, 27, 28, 30, 32, 33, 34, 35, 36, 37, 38, 40, 45, 50, 60 വയസ്സ് വരെ ചെയ്ത ഓരോ വർഷം, ഈ വർഷം അടക്ക CD അല്ലാഹ് എടുത്ത് അങ്ങോട്ട് ഇടും. എന്നിട്ട് ചോദിക്കും അതഅരിഫു ദൻബ ഖദാ അതഅരിഫു ദൻബ ഖദാ, 1912 ചെയ്ത ഈ തെറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ? 1923 ചെയ്ത തെറ്റ് ഓർമ്മയുണ്ടോ? 80 ചെയ്തത് ഓർമ്മയുണ്ടോ? 92 ചെയ്തത് ഓർമ്മയുണ്ടോ? 2010 ചെയ്തത് ഓർമ്മയുണ്ടോ? 2013 ചെയ്തത് ഓർമ്മയുണ്ടോ? അല്ലാഹുവിനോട് പറയും, പടച്ചവനെ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് 2019 ഹജ്ജിന് പോയതാണല്ലോ. നീ പറഞ്ഞെല്ലാം അറഫായി പോയാൽ ഡിലീറ്റ് ആവുമെന്ന്. ഇതൊന്നും ഡിലീറ്റ് ആയില്ല, വൈറസും കയറിയിട്ടില്ലല്ലോ പടച്ചവനെ. പണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, ഇത് ഫുൾ HD കളറാണല്ലോ. 1910 അന്ന് ഇതുണ്ടോ പടച്ചവനെ? അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ റബ്ബേ? ഇതൊക്കെ ഇത്ര കളർഫുൾ. ഇതാണ് നമ്മൾ അല്ലാഹ് ചോദിക്കണം. നീയല്ലേ ഈ പോന്ന ആ വീടിന്റെ ഇട സൈഡിലുള്ള ആ ചെറിയ ഇടവഴി കൂടെ രാത്രി 11:45 നീ എല്ലടാ പോന്നെ? ആ തെങ്ങിന്റെ ചോട്ടി ഇരുന്നിട്ട് മുറുക്കാൻ പോലെ മറ്റേ അടിക്കുന്ന രംഗം നീയല്ലേ ഇത്? ആകെ ശരിയാണ്. ഇവൻ ഇതെല്ലാം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. കൈക്കൂലി വാങ്ങുമ്പോ വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കൈക്കൂലി വാങ്ങുമ്പോ അവിടെ വെച്ചിട്ട് പോയിക്കോളാം. അപ്പൊ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നവരെ എടുത്തിട്ട് അടി ഇങ്ങനെ വെച്ചേക്കാം. ഇയാൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കും, അവനൊരു ടിഷ്യൂ പേപ്പർ എടുക്കും. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ സംഭവം ഓളി ഇരുന്നോണ്ട് കാണുന്നുണ്ടാണ്. അതല്ല പൊക്കുന്നത്, അങ്ങനെയല്ലേ പൊക്കുന്നത്, അല്ലാതെ പൊക്കാൻ പറ്റൂലല്ലോ. കണ്ടുപിടിച്ചല്ലോ സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അതാണ് സംഭവം. അല്ലാഹെ പേടിയില്ല, ഇതിനെ പേടിയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, തഅരിഫു ദൻബ ഖദാ അതഅരിഫു ദൻബ ഖദാ, ഈ പാവം നിനക്കറിയോ? ഈ പാവം നിനക്കറിയോ? കള്ളം പറയാൻ പറ്റൂല. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഇവിടെ പോലീസിന്റെ മുന്നിലാണെങ്കിൽ കള്ളം പറയും, എസ്ഐയുടെ മുന്നിൽ കള്ളം പറയും. പക്ഷെ കള്ളം പറയാൻ പറ്റുമോ അവിടെ റബ്ബിന്റെ മുന്നില്? ഇതെല്ലാം കാണിച്ചു തരികയല്ല നമ്മുടെ മുന്നില് വ്യക്തമായിട്ട്. ഇതിനാ അല്ലാഹ് പറഞ്ഞത് ആ CD എടുക്കൂന്ന്, ആ CD എടുക്കൂന്ന്. ഫയഖൂലു, അവൻ പറയുകയാണ്, ഐ റബ്ബി നഅം, പടച്ചവനെ അതേ ഞാൻ ചെയ്ത തെറ്റ് തന്നെ. ആ പാവങ്ങളെല്ലാം അവന്റെ മനസ്സിൽ ഉറച്ചതായി അവൻ അംഗീകരിക്കുമ്പോ അവൻ സ്വമേധയാ മനസ്സിലാക്കുകയാണ്,
അന്നഹു ഹലക. അല്ലാ ഞാൻ ചെയ്ത തൗബ വെറുതെ ആയി പോയല്ലോ, അല്ലാ ഞാൻ ചെയ്ത ഹജ്ജ് വെറുതെ ആയി പോയല്ലോ, എന്റെ ഉംറ വെറുതെ ആയി പോയല്ലോ. അല്ലാഹുവേ എന്റെ രാത്രിയുള്ള നമസ്കാരങ്ങളും എന്റെ ഇസ്തിഗ്ഫാറും എന്റെ തൗബയും വൃഥാവിലായല്ലോ അല്ലാ. ഞാനിതാ നരകവാസിയാകാൻ പോവുകയാണല്ലോ എന്നവൻ ഗദ്ഗദത്തോടെ ഖേദിച്ച് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയേണ്ട സമയമെടുക്കുമ്പോ ലോകത്തിന്റെ റബ്ബായ പടച്ചവൻ, കരുണയുടെ ഉടമസ്ഥനായ കരുണക്കടലായ ഉദാരനും ഉദാരനായ പടച്ച തമ്പുരാൻ അവന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ടവനോട് പറയുകയാണ്, യാ അബ്ദീ സതർതുഹാ അലൈക ഫിദ്ദുനിയാ വഅന അഗ്ഫിറുഹാ ലകൽ യൗം. നിന്റെ ഈ തെറ്റ് ഞാൻ ദുനിയാവിൽ ജനങ്ങളെ കാണിക്കാതെ മറച്ചു വെച്ചവനാണ്, ഒളിപ്പിച്ചു വെച്ചവനാണ്. ജനങ്ങളുടെ മുന്നിൽ നീ നിന്ദ്യനാകാൻ പാടില്ല, നീ നിസാരനാകാൻ പാടില്ല, നികൃഷ്ടനാകാൻ പാടില്ല. അതുകൊണ്ട് നീ രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഇരുട്ടത്ത് ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, സാരമായി ചെയ്തത്, നിസാരമായി കണ്ട പാവം സതർതുഹാ അലൈക ഫിദ്ദുനിയാ, ദുനിയാവിൽ ഞാൻ അത് മറച്ചു വെച്ചു ദാസാ. വഅന അഗ്ഫിറുഹാ ലകൽ യൗം. ഇന്ന് ഞാനത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. പൊയ്ക്കോ, പേടിക്കണ്ട, ആരും കണ്ടിട്ടില്ല, ഞാനും നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാഹ് അല്ലാഹ് എത്ര കരുണയുള്ള. എന്നാലും അത് നമ്മളെ കാണിക്കാണ് പഠിച്ചത്. ചെയ്തല്ലടാ നീ, അതെ അല്ലാഹ്. അവൻ മനസ്സിലാക്കി, ഞാൻ പോയി, തീർന്നു. ഇത്ര നാള് വാല് പറഞ്ഞു നടന്നൊക്കെ വേസ്റ്റ് ആയി പോയി. പഠിച്ചവനെ കുടുങ്ങിപ്പോ അവസാനം അല്ലാഹ് പറയും, പൊയ്ക്കോ പൊയ്ക്കോ, എല്ലാം പൊരുത്തപ്പെട്ട് വന്നു. അരങ്ങോന്ന് ആലോചിച്ചു നോക്ക്, വീട്ടിൽ പോയിട്ട് ആലോചിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്ക് കേട്ടോ, പൊട്ടിക്കരഞ്ഞ് ദ്വാരക്ക്. എന്തായാലും അതൊരു നാണക്കേടായിരിക്കുമല്ലോ ഒന്ന് പരസ്യമായിട്ട് കാണിക്കുമ്പോൾ. നമുക്ക് തന്നെ അള്ളാഹ് അത്രയും കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മളെ കൊണ്ട്. എന്നിട്ട് അള്ളാഹു നമ്മൾക്ക് അവസാനം നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ആപ്പ മക്കളെ അടിച്ചിട്ട് നല്ല കിടന്ന് കരയും. പിന്നെ അവസാനം കൊണ്ടായിട്ട് ചോക്ലേറ്റ് എല്ലാം കൊണ്ട് കൊടുത്ത് ഉമ്മയൊക്കെ വെച്ച് പൊക്കി എടുത്ത് തടവി മോനെ മക്കളെ ആപ്പ അങ്ങനെ അന്നേരം ദേഷ്യം കൊണ്ട് അടിച്ച ഇനി അങ്ങനെ ഇല്ല, പോട്ടെ ഇനി അങ്ങനെ ചെയ്യല്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് രണ്ട് ചോക്ലേറ്റെല്ലാം കൊടുത്തിട്ട് എല്ലാം തടവി കൊണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നത് പോലെ അവസാനം അല്ലാഹു തആല പറയാൻ ലകൽ യൗം എന്ന് നിനക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്യും? ഫയുതാ കിതാബു ഹസനാതിഹി, അവന്റെ നന്മയുടെ ഗ്രന്ഥങ്ങൾ അവന്റെ വലത് കൈയിൽ നൽകുമത്രേ. ആ ഫയലിംഗ് അതാണ് ആ കിതാബ് കൊണ്ടുവന്ന് വായിക്കാൻ പറയും. ഇഖ്റാ കിതാബക, ഈ പുസ്തകം നീ വായിക്ക്. കഫാ ബിറബ്ബികൽ യൗമ അലൈക ഹസീബ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. ഇന്നത്തെ ദിവസം നിന്നെ ശിക്ഷിക്കാൻ ഈ തെളിവ് എനിക്ക് മതി. കാരണം ഇതെല്ലാം ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒളി ക്യാമറ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിരീക്ഷണം, നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നത് മനസ്സിലായോ? ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് സംഭവം. ഇതൊക്കെ നാളെ ഖബറിൽ വരും, അതാ രസം. അതുകൊണ്ട് നമുക്ക് ഖബറിൽ കൂട്ടുകാരനാകാൻ എന്ത് വേണം? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടതിനു ശേഷം അവന്റെ നന്മകളിൽ നിന്നും അവന്റെ സാലിഹായ കർമ്മങ്ങളിൽ നിന്നും അവനോടൊപ്പം അവന്റെ ഖബറിൽ കൂട്ടുകാരനായി വരുന്നത് എന്തൊക്കെയാ? ആ ഖബറിലെ കൂട്ടുകാർ ആരൊക്കെയാണ്? ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ പഠിച്ച ഇൽമ്, ആ ഇൽമിനെ അവൻ വ്യാപിപ്പിച്ചു കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും അത് ഓതിക്കൊടുക്കുകയും ചെയ്താൽ അത് ഖബറിൽ അവന് കൂട്ടുകാരനായി എത്തുമത്രേ.
ഔ വലദൻ സാലിഹൻ തറകഹു. ഏ ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കി നാളെ ആഖിറത്തിലേക്ക് വേണ്ടി തന്റെ മക്കളെ നിങ്ങൾ വാർത്തെടുത്താൽ ഖബറിൽ പോയി സ്വസ്ഥമായി നിങ്ങൾക്കുറങ്ങാം. ആ മകന്റെ നന്മകൾ ഖബറിലേക്ക് കൂട്ടുകാരനായെത്തുമത്രേ. ഔ മുസ്ഹഫൻ വറസഹു. ആരാണോ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് മദ്രസകളിൽ പഠിക്കുന്ന ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തികൾക്ക് അത് ഹദിയയായി സദഖയായി അനന്തര സ്വത്തായി നൽകുന്നതാരാണോ അതിന്റെ പ്രതിഫലം അവർക്ക് അല്ലാഹു ഒരു കൂട്ടുകാരനായി എത്തിച്ചു കൊടുക്കുമത്രേ. ഔ മസ്ജിദൻ ബനാ. ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്താൽ അത് കൂട്ടുകാരനായി ഖബറിലേക്ക് വരുമത്രേ. ഔ ബൈതൽ ലിബ്നി സബീൽ. വഴിയാത്രക്കാർക്ക് ഒരു ഇടത്താവളം ഉണ്ടാക്കി ഒരു ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കൊടുത്താൽ അതും അവർക്ക് കൂട്ടുകാരനായി ഖബറിൽ വരുമത്രേ. ഔ നഹ്റൻ അജ്റാബി. ആർക്കും വെള്ളം തടഞ്ഞു വെക്കരുതേ, തടഞ്ഞു വെക്കരുതേ. കുടിക്കാനും കുളിക്കാനും വെള്ളം ചോദിച്ച് നിന്റെ അരികിലേക്ക് വന്നാൽ ആരാണോ അവർക്ക് വെള്ളം കൊടുക്കുന്നത്, ആരാണോ അവർക്കൊരു കിണർ കുഴിച്ചു കൊടുക്കുന്നത്, അതിന്റെ മിസ്ല സവാബ് ഒരു കൂട്ടുകാരനായി ഖബറിലേക്ക് എത്തുമത്രേ. ഔ സദഖ അഖ്റജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി യൽഹഖുഹു ബഅദ മൗതിഹി ഫീ ഖബരിഹി ഔ കമാ ഖാല അലൈഹിസ്സലാം. അവന്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ, അവൻ ആരോഗ്യ ദൃഢഗാത്രനായ അവസ്ഥയിൽ സമ്പത്ത് കൊണ്ട് അവൻ അമ്മാനമാടുന്ന സമയത്ത് അവന്റെ സമ്പത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം സാധുക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചോ. ആ സദഖകൾ അവന്റെ ഖബറിലേക്ക് കൂട്ടുകാരനായി മരണശേഷം എത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഈ 6 കാര്യമാണ്. ഇനി ഇത് വിശദീകരിക്കാൻ പോകും. ഇത് പൊതുവെ 6 കാര്യം പറഞ്ഞ സംഭവം. ഇനി ഇതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് സംഭവം. ബക്കറ്റ് വരും എപ്പോഴെടുക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്. ബക്കറ്റുണ്ട്, ആംബുലൻസ് കിടക്കുന്നത് എന്തിനറിയോ? ആരെയും കൊണ്ടുപോകാനല്ല, ഇതിൽ ഓഫർ ചെയ്തവരെ കൊണ്ടുപോകാനാണ്. ഓഫർ ചെയ്തിട്ട് കൊടുക്കാത്തവരുണ്ട്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ് ആ സാധനം. എന്തിനാ നമ്മൾ ഈ ഓഫർ ചെയ്യുന്നത്? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. ഇതിപ്പോ ഈ വായിച്ച അതീതെല്ലാം കേട്ടാ സഹീഹ് ഇബ്നു മാജാണ്. ഞാൻ വെറുതെ ഇല്ല ഉടായിപ്പ് അതീതൊന്നും ഞാൻ പറയില്ല, ഇല്ലാത്ത അതീതും ഞാൻ പറയില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയിച്ചു തരും. ഇതെല്ലാം വാത് കേൾക്കുമ്പോ ഒക്കെ പറഞ്ഞു തരും, ആ ഉസ്താദ് പറഞ്ഞ തെറ്റാണ്, അപ്പോഴേ ഞാൻ തിരുത്തും. അൽഹംദുലില്ലാ, അവർക്കൊക്കെ നല്ല കൂലല്ല കൊടുക്കട്ടെ. തെറ്റുകൾ തിരുത്തി തരണം. നമ്മളൊന്നും തികഞ്ഞവരല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാരും കൈകൊണ്ടിട്, പോക്കറ്റ് കൈയിട്. ബിസ്മില്ലാ എല്ലാരും കൈയിട്. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ എല്ലാ മുസീബത്തുകളും മാറ്റി, വിഷമങ്ങളും മാറ്റി, പ്രയാസങ്ങളും മാറ്റി, രോഗങ്ങളും മാറ്റി, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വേദനകൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ, കശ്മീരിലെ മക്കൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. ആ നല്ല നിയ്യത്തോടുകൂടി എല്ലാവരും, ഒരാൾ പോലും, നിങ്ങളുടെ സഹോദരങ്ങളാണ് വേദനിക്കുന്നത്, നമുക്ക് ഈ സദഖയും ദുആയും അത് വലിയൊരു ആയുധമാണ്. ബിസ്മില്ലാഹ്. ഒരു സദഖയും ദുആയും വലിയൊരു ആയുധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ വെറുതെ തട്ടിക്കളയും. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ആയത്ത് വദിയതിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം. എല്ലാവരും ഇട്ടുള്ളൂ. ഞാൻ വെറുതെ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി വാത് പറയാനുമില്ല. കാര്യം പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ കേട്ട് അതീത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. അതേ എനിക്ക് പറയാനുള്ളൂ. ഖബറിലെ കൂട്ടുകാർ ഇനി തുടങ്ങാൻ പോണ വിഷയം ഇനിയാണ് വിഷയം. ഖബറിലെ കൂട്ടുകാർ, അതായത് 6 പറഞ്ഞു വെച്ചത്. ഇത് വിശദീകരിക്കണ്ടേ? വിശദീകരിക്കണമല്ലോ, അതല്ലേ വേണ്ടത്. 2 വർഷമായിട്ട് ഇവർ ഇവിടെ ഇതിനു വേണ്ടിയൊക്കെ ഈ പൈസകളൊക്കെ ചെലവാക്കി ആംബുലൻസ് ഒക്കെ വാങ്ങി അത് കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈറനെ കേൾക്കുള്ളൂ.
ആ സൈറൻ എന്താ അല്ലോ 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 അല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആ വിളിയാതാ, അതിനകത്ത് കിടക്കുന്ന ചങ്ങാതിരെ വിളിയാതാ, അല്ലോ 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 വിളിയാതാ അല്ലേ? ശ്രദ്ധിച്ചില്ലേ? നീ പോകുമ്പോ ശ്രദ്ധിച്ചോ. വേദന കൂടുമ്പോ അല്ലോ 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 അല്ലോ. ആ റൂഹിനെ പിടിക്കുന്ന സമയമാകുമ്പോഴാണ് ഇത് കൂടുന്നത്. അല്ലോ 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 വിളിയാണ്. അല്ലോ എന്നുള്ള വിളി അത് തന്നെയാണ്. ഈ ആംബുലൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇനി പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്താ സംഭവം? ഓഫർ ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അല്ലാ അല്ലാ അല്ലാ. കാരണം നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കണല്ലേ ചെയ്യരുത്. കാരണം ഇത് നാളെ ആഖിറത്തില് കൂട്ടുകാരനായിട്ടല്ല വരുന്നത്, ഇടങ്ങേറുകാരനായിട്ടാണ് എനിക്ക് വരുന്നത്. ഇത് ഹക്കാണല്ലോ, ഹക്കാണ്. എല്ലാവരും എഴുന്നേറ്റ് റാത്തിട്ട് 10,000 പറയും. മൊയ്ലിയാർ ചങ്ക് പൊട്ടി ദുആയും ചെയ്യും. 10,000 രൂപ. പിന്നെ അയാളെ ഫോൺ വിളിച്ചാലും നീ വിളിക്കുന്ന നമ്പരേ ഇല്ല എന്നിങ്ങനെ ഒരു സംഭവം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് വിഷയം പറഞ്ഞു കൊടുക്കണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ഈ 10,000 ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോ ഒരു 3 ലക്ഷം രൂപ കടയുണ്ടെന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ കടയുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഞങ്ങൾ 10,000 വെച്ചിട്ട് ഞാൻ ഓഫർ ചെയ്യില്ല. നമുക്ക് കൊടുക്കാൻ പറ്റിയത് 300 പേര് 1000 രൂപ വെച്ച് പറഞ്ഞാൽ ഖലാസ്. 150 പേര് 2000 രൂപ. അത് ആർക്കും കൊടുക്കാം. 2000 രൂപ. അത് നിരോധിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കൊടുത്തരാം സംഭവം. ചുമ്മാ അവിടെ ഇരുന്ന് പിന്നെ അവസാനം ജതലടിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി ആരെല്ലാം തലയിൽ കുളിച്ചിട്ട് അളിയ ഇതൊന്ന് മാറ്റി തളിയ, ഇതളിയ മാറ്റി തളിയ. ഇല്ല, അവിടെ സദക്ക പള്ളിക്കുറ്റി മുസ്ലിം യുവജന സംഘത്തിന് ആംബുലൻസിന് കൊണ്ട് കൊടുക്കും. ഇപ്പൊ അവർക്ക് റാഹത്തായിട്ട് മാറ്റി കിട്ടും. പിന്നെ എല്ലാം പൊക്കിക്കൊണ്ട് വരും. അന്ന് ഇങ്ങനെ സദക്ക ചെയ്യാൻ ചോദിച്ചവനൊന്നും തരാതിരുന്നപ്പോഴാണ് ചാക്കിനകത്ത് കൊണ്ടുവരുന്നത്. ചാക്കിനകത്ത് നവംബർ 30 കൊണ്ടുവരുവാണ്. ആ പള്ളിക്ക് വേണ്ടി ഇത് ചെലവാക്കിയിട്ട് പിന്നെ തന്നാൽ മതി, അങ്ങ് വെച്ചോളാം. അങ്ങനെയുണ്ട്. എല്ലാം അള്ള പൊക്കുക ഇതൊക്കെ. അതുകൊണ്ട് ഇത് എപ്പോഴാണ് ഇതിന്റെ റൂഹ് പിടിക്കുന്നതെന്ന് അറിയില്ല ഈ സാധനത്തിന്റെ. അപ്പൊ അതുകൊണ്ട് 2000 രൂപ നമ്മളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നല്ല കൂട്ടുകാരായിട്ട് ഖബറിൽ വരാൻ, നല്ല കൂട്ടുകാരായിട്ട് ഖബറിൽ വരാൻ. ഈ മക്കളുടെ ആ ഒരു കടങ്ങള്, ബാധ്യതകൾ, ആ ഹക്കുകൾ അങ്ങ് തീർക്കും. ഈ 10,000 ഒന്നും വേണ്ട. നിങ്ങൾ ആ 10,000 രൂപ കൊടുക്കാൻ ഏറ്റവർ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവരോട് പോയി പറഞ്ഞ് പൊരുത്തം വാങ്ങുക. അബീബേ, അത് അന്നത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. എന്നാ ഒരു 2000 അവസ്ഥ 2000 ഇരിക്കട്ടെ, ബാക്കി 8000 മാപ്പാക്കിയാൽ അൽഹംദുലില്ലാ. അത് ആഖിറത്തിന് രക്ഷ കിട്ടും. അല്ലെ ചുമ്മാ ഇത് 3 വർഷത്തെ ബുക്കിൽ ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന്. ആ ബുക്ക് വാങ്ങുന്നതിന് എന്റെ പൈസ എത്ര ആവും അറിയാം? 3 വർഷത്തിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കി 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ബുക്ക് കൊണ്ടുവരുമോ? മക്കളെ ഇടാവരുന്നത് ഞാനൊന്നും ചോദിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ മുന്നിലൊക്കെ രഹസ്യമായിട്ട് അത് എഴുതിക്കോ. ഞാനിവിടെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് അത് മതി. എന്താ അല്ല ചുമ്മാ 2000 ആ പണിയൊന്നും നമുക്കില്ല. ഞാൻ നേരത്തെ തന്നെ സൗദിയിൽ വെച്ച വാതിന് ബുക്ക് ചെയ്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അനീസിന്റെ അടുത്ത് പിരിവാന്നെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ ഇപ്പൊ വാതിന് പോകാറില്ലല്ലോ. ഇപ്പൊ വാതിന് പരിപാടിയൊന്നുമില്ല. ഞാൻ വയ്യ ഈ സംഭവം. എന്തിന് വെറുതെ ധരിച്ച് സമാധാനമായിട്ട് റാഹത്തായിട്ട് കുത്തിയിരുന്നുകൊണ്ട് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമതേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ അയാളെ വിളിക്കരുത്, ഇയാളെ വിളിക്കരുത്, സംഘടനാ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ വേണ്ടാന്ന് കല്ലി വീട്ടിൽ വല്ലതും കുത്തിയിരുന്ന കുട്ടികളെയും മക്കളെയും തള്ളയും കണ്ട് റാഹത്തായിട്ട് ഇത് മുത്തിയതുകൊണ്ടിരിക്കും. പള്ളി റാഹത്ത് തന്നെയാണ്. ഈ കിടന്ന് ഈ പാതിര വാൾ നടത്തി തഹജ്ജുദും ഇല്ല, സുബഹിയില്ല. ആര് നന്നാവാനും, മൊയ്ലിയാർ നന്നാവുന്നില്ല, പിന്നെ നാട്ടുകാർ നന്നാവാൻ പോണത്. പിന്നെ എന്നാത്തിന് ഈ വാത് വെറുതെ? അതിനിടയ്ക്ക് കുറെ സംഘടന അവർ പറഞ്ഞ അവനെ വേണ്ട, ഇവനെ കുറ്റം പറയണം. എന്തിനു ഇതിനൊക്കെ പോണത്? അല്ലെങ്കിലൊക്കെ റാഹത്തായ ഇതിൽ 10 പേര് ഒരുമിച്ച് കൂടിയിട്ട് നമുക്കൊരു വാത് വെക്കാടെ കുറച്ച് പൈസ ഒക്കെ പിരിച്ചു വെച്ചിട്ട് വന്ന് വിളിക്കും. എന്നാലും നമുക്ക് വാത് റാഹത്തായിട്ട് ദീന്റെ കാര്യം പറയാൻ പറ്റും. പിന്നെ ഒരു ബക്കറ്റ് എടുക്കാം ഇൻഷാ അല്ലാഹ്, എല്ലാവരും മാന്യമായിട്ടുമല്ല. അല്ലാതെ ഈ പാവം പിടിച്ച ചങ്ങാതി ഒന്നാമത് സാമ്പത്തിക മാന്ദ്യം. എന്റെ ഭാര്യ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലായിരിക്കുമ്പോഴാണ് മൊയ്ലിയാർ ഇങ്ങനെ ഓരോ ഹദീസും കൂടെ സിറാത്ത് പാലത്തിന്റെ മോളിൽ കയറ്റി എടുത്തിട്ടാണ് ചോദിക്കുന്നത്. മര്യാദ പൈസ ഇല്ല, ഇപ്പൊ താഴെ വീഴും. അവൻ പാവം പിടിച്ചോ പേടിച്ചോ പടച്ചോനെ താഴെ വീഴാൻ പോലെ. മൊയ്ലിയാരുടെ കാലം എങ്ങനെയാന്നുള്ള അല്ലാഹുവിനറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടാണ്ട് ആ ചെറുക്കം വരുന്ന പയ്യൻ സഹോദരിമാരത്തേക്കുമ്പോ രഹസ്യമായിട്ട് നിങ്ങൾ ആ 2000 2000 എല്ലാവരുടെ മുന്നിലേക്ക് ആ ബുക്ക് ഇങ്ങനെ കൊണ്ടുപോകും. പറഞ്ഞ അവർ ആ നമ്പർ എഴുതി വെക്കും. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടെ ആ ഖബറിൽ ഏതാണ്ട് ഇതാണ് ഞാൻ ഹദീസ് പോകാൻ പോകുന്നത്. വെറുതെ അല്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടി അല്ല ഈ വേള പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്. നിങ്ങൾ അതിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ കൊടുക്കിൻ. നമുക്ക് നമ്മുടെ ഈ മക്കളിൽ ചെയ്യുന്ന കർമ്മം അതാണ്, ദൗത്യം അതാണ്. അതാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ടില്ലേ
ഈ കാണുന്ന ഈ ആംബുലൻസ് ഒരുപാട് നാളെയൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ അവരോട് ചെയ്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ 3 ലക്ഷം രൂപ കടം. 300 പേര് 1000 രൂപ കൊടുത്താൽ അതങ്ങോട്ട് തീർന്നു സംഭവം. ഇവിടെ ഇപ്പൊ 300, 400, 500 അല്ലാത്ത ആളുകളല്ലേ, ഇഷ്ടം പോലെ ആളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് 1000 രൂപ ഇൻഷാ അള്ളാ കൊടുക്കാൻ പറ്റും. ഇൻഷാ അള്ളാ പറ ഉറക്കെ പറ ഹബീബികളെ. എന്താ കൊടുക്കുക ഇൻഷാ അള്ളാ ഒക്കെ പറഞ്ഞ്. എനിക്ക് ദീനിന്റെ കാര്യത്തിൽ പൈസ കൊടുക്കാൻ വലിയ മടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചുമ്മാ ഡിസ്കോ ഡാൻസ് നടത്തി, കഞ്ചാവ് പരിപാടി നടത്തി, ഗാനമേള നടത്തും. അതിനൊക്കെയാണ് അത് വിളിയാളിയാ. ഞാൻ 5000 അളിയാ. എന്റെ 5000 ആദ്യം വെച്ചോ, എന്റെ 10000 ആദ്യം വെച്ചോ, എന്നാ വെച്ചോ അളിയാ. ഇതെല്ലാം അവർ പറയുന്നത്. അതിനുവേണ്ടി ചെലവാക്കും. ദീനിന്റെ കാര്യത്തിന് കൊടുക്കാൻ മടി എന്താന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു വിശ്വാസമില്ല എന്നാണ് എന്റെ അർത്ഥം. ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ ചെയ്ത്, ഇവിടെ ചെയ്ത്, അവിടെ ചെയ്ത്, ഇവിടെ ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്ത്, ഇതൊന്നും പറയരുത്. നീ അവിടെ ചെയ്യുന്നത് നിന്നോട് ചോദിച്ചില്ലല്ലോ. നിന്നോട് വന്നൊരു സഹോദരൻ ചോദിക്കുമ്പോൾ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് അൽഹംദുലില്ലാഹ് 10000 പ്രതീക്ഷിച്ചു. ഹബീബ ഇപ്പൊ 1000 ഉള്ളൂ, ഇൻഷാ അല്ലാ പിന്നെ എന്നാ പിടിച്ചു. അല്ല ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, അത്ര ഇതൊന്നും ചോദിക്കില്ല. മാഫി കലാം. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. മൊത്തത്തിൽ എഴുതി വെച്ചോ. ലാസ്റ്റ് വായിച്ചിട്ട് ദുആ ചെയ്യ് കേട്ടോ. ഇനി ഓരോന്ന് 2000 പേര് 2000 രൂപയ്ക്ക് ദുആ ഇരുന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കബറിനകത്തുള്ള കൂട്ടുകാരനൊക്കെ വെളിയിലായി പോകും. എഴുതിക്കൊണ്ടോ. പെണ്ണുങ്ങൾ എത്ര ഉണ്ടോ ആണുങ്ങൾ എത്ര ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. പോയിക്കോ. രഹസ്യമായിട്ട് അവരുടെ കയ്യിൽ. പിന്നെ ഈ പേപ്പർ അവരുടെ കയ്യിൽ കൊടുക്കുക. ഒരു 10-500 പേപ്പർ കീറിയിട്ട് അവർ കൊടുക്കുമ്പോൾ അവരത് എഴുതി തരും. അങ്ങനെ ചില ആളുകൾക്ക് ഒരു നാണമാണ്. വലിയ വലിയ മുതലാളിമാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ 1000 രൂപ കൊടുക്കുന്നത് എങ്ങനെയാണ്? നാണക്കേട് ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല 1000 രൂപ മതി. 10000 വെറുതെ വാഗ്ദാനം പറയുന്നതിനേക്കാളും നല്ലത് 1000 കൊടുക്കലാണ്. വാഗ്ദാനമൊക്കെ ഡിലീറ്റ് ആക്കിക്കളാം. എന്നിട്ട് കൊടുക്കാൻ പറ്റുന്നവകൾ കൊടുക്കും. ഹക്കുകൾ നിറവേറ്റും. മരിക്കുന്നതിന് മുമ്പ് ആ ഇടപാടുകൾ പൂർത്തിയാക്കണം. ഇൻഷാ അല്ലാഹ് കൊടുത്തോളെ. പേപ്പർ അങ്ങോട്ട് കൊടുത്തിട്ട് മക്കളെ എല്ലാവരും സഹോദരിമാർ. അല്ലെങ്കിൽ നാളെയൊക്കെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കബീർ മുസ്ലിയാരുടെ പ്രസംഗമല്ലേ, ആളെ വരുമ്പോൾ കൊണ്ടുവന്നാലും മതി. നല്ല നിയത്തി കവർ വല്ലതും ഉണ്ടേ കൊണ്ടോ എന്നാലും മതി. ആ കവർ കൊടുത്ത ഒരു 300 കവർ കൊടുത്താൽ അതിനകത്തൊരു 1000 രൂപ ബർക്കത്തിലിട്ടുണ്ട്. അത് കൊള്ളാം. എന്താ ഉണ്ടാ? തിരിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം മുസ്ലിയാർക്ക് കൊടുത്തു വിടരുത്. അത് റാഹത്തായിട്ട് നീ കൊടുത്തോ. പിന്നെ അവസാനം കണക്ക് പറയും. അങ്ങേര് വന്നതിന് ഇത്ര, ഇങ്ങനെ വണ്ടിക്ക് ഇത്ര, ഇങ്ങേർക്ക് ഇത്ര. മനുഷ്യന് കിടക്കപ്പൊറിയില്ല, ഒന്നുമില്ല. വെറുതെ ചുമ്മാ വീട്ടിൽ കാണും കിടന്നിരുന്നെങ്കിൽ അല്ലേ. അങ്ങേര് പിടിച്ച് അങ്ങേര് അത്രയും കൊണ്ടുപോയി, ഇങ്ങേര് ഇത്രയും കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ആ കവറിൽ ഒരു 1000 രൂപ വീതം. പെട്ടെന്ന് കവർ എടുത്തു കൊടുത്തു. കവറുണ്ടല്ലോ അല്ലേ? കൊടുത്തു. നാളെ ലാസ്റ്റ് ദിവസമാണ്, ഖിയാമത്ത് നാളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുവന്ന് കൊടുക്കണം എല്ലാവരും. എന്താ എത്ര പറഞ്ഞാൽ പോരെ? ഇതിൽ കൂടുതൽ നമ്മളങ്ങനെ പറയാ. 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ സമയം കളയാൻ പറ്റില്ല. ഒരു അരമണിക്കൂർ നമ്മൾ പ്രസംഗിക്കണമല്ലോ. അരമണിക്കൂറുടെ പ്രസംഗിക്കണം നമുക്ക്. 11 മണിയായി. 11:30യോടുകൂടി നിർത്താം നമുക്ക് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെച്ച് എഴുതിയവരുണ്ടെങ്കിൽ ആ പേര് ഞാൻ വായിച്ച് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നാളെ വീണ്ടും ലൈവ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈവൻ അസോസിയേഷൻ 1000 രൂപ വീതം സദഖ ചെയ്തോളി. 2000 സദഖ ചെയ്തോളി. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ആരെല്ലാം കാണുന്നുണ്ടാണ്? 1000 പേര്. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരിക്കും. അൽഹംദുലില്ലാഹ്. ഖൈർ. അള്ളാഹു കബൂലാക്കട്ടെ. ആരെങ്കിലുമൊക്കെ ഒരാൾ നന്നായ അത്രയും നല്ല കാര്യമായില്ലേ? ഇൻഷാ അല്ലാഹ്. അവനെ കവർ കൊടുക്കണം. കവറുണ്ടോ? കവർ പിടിച്ചോണ്ട് കൊടുത്തോ. എല്ലാം തരും. അതൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം തരും. നമ്മളെ ആൾക്കാരല്ല, നമ്മുടെ പള്ളിക്കുറ്റിയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവരൊക്കെ സഹായിക്കുന്നവരാണ്. അതിനൊന്നും വിട്ട് കളയൂല. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പരിപാടി തുടങ്ങാം അല്ലേ? തുടങ്ങട്ടോ? അത് നിർത്തട്ടോ? ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഖബറിലെ കൂട്ടുകാർ. അതാണ് അതിൻ്റെ അർത്ഥം. ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഖബറിലെ കൂട്ടുകാർ. അല്ലാഹു പടച്ചവനെ റബ്ബേ, എന്തായിരിക്കും രംഗം അല്ലേ? വല്ലാത്ത കഷ്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവറില്ല. നിങ്ങൾക്ക് കാര്യങ്ങളെ പണ്ടും വലിയ വാതിനെ കവറൊക്കെ വെച്ച് നാളെ ലാസ്റ്റ് ആകുമ്പോൾ ഇന്നത് കൊടുക്കുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ആ താത്താന്മാരൊക്കെ എവിടുന്നൊക്കെ ജീരകപ്പാട്ടയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസ ഒക്കെ എടുത്ത് ഇതിനകത്തിട്ട് കൊണ്ട് തരും. ഒരു 3 ലക്ഷം രൂപ നാളെ കിട്ടിപ്പോയതിന്. ഒരു കട ആരെങ്കിലും കുത്തി തുറന്നോണ്ട് ഇത്തോടെ വല്ല മാർഗമൊന്നുമില്ലേ? നിങ്ങൾ ഒരു കവർ നാളെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച് ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്ന് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് 1000 രൂപ
കൊടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. എന്നല്ല ഈ വാള് പറയുള്ളൂ, ഇല്ലെങ്കിൽ ഇനി വാള് പരിപാടിയൊക്കെ ഇല്ല. എല്ലാം വേണ്ട അബീബ, ഈ വാളിനോടൊപ്പം തന്നെയാണല്ലോ. പിന്നെ ഈ വാള് നിങ്ങൾ ഇല്ലാത്തവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാത്ത ഹദീസൊന്നും കൊണ്ടുവന്ന് ഞാൻ പൈസ ഊരറിയാൻ വയ്യാഞ്ഞതുകൊണ്ടല്ല, പക്ഷെ ആഖിറത്തിൽ ഞാൻ ഊരാൻ പറ്റൂല. അതുകൊണ്ടാണ് എനിക്ക് ഒരു പേടി, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ ഉള്ളത് പറഞ്ഞ് ജനങ്ങളോട് പറയാ, ഇഷ്ടമുള്ള നല്ല മനസ്സുകളൊക്കെ തരട്ടെ. അൽഹംദുലില്ലാ നമ്മളൊക്കെ നല്ല ചെയ്യുന്നവരാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ ഈ സാഹചര്യങ്ങൾ. അൽഹംദുലില്ലാ ഈ ആംബുലൻസ് ഒക്കെ ഇങ്ങനെ അതിലെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ ജോലിയുണ്ട്. ഇപ്പൊ ഇവിടുത്തെയാന്നുള്ളത് ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഉണ്ട്. അള്ളാഹു അതിനകത്ത് കയറ്റാതിരിക്കാൻ തൗഫീഖ് തരട്ടെ. അതല്ലേ വേണ്ടതില്ലേ? കാത്തിരക്ഷിക്കട്ടെ അല്ലാഹ്. ഞങ്ങൾ എൻ്റെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരാൾ മയങ്ങി വീണ, അയാളെ ആംബുലൻസിനകത്ത് കൊണ്ടുപോയത്, പള്ളിയിലത്തെ ആംബുലൻസിൽ. എന്തായി സംഭവം പിന്നെ അറിയില്ല, അല്ലാഹു അലം. ഖൈർ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അസീസാക്ക എന്തായാലും കല്ലിൽ അസീസാക്ക എഴുതുകയാണ്. അല്ലാഹു തആല ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സദഖ ചെയ്തവർക്കും ഇരിക്കുന്നവർക്കും വന്നവർക്കും എല്ലാം അല്ലാഹു അർഹമായ കൂലി കൊടുക്കട്ടെ. സഹോദരിമാരെ നിങ്ങളൊക്കെ കേട്ടോ, ഖബറിലേക്ക് ഒരു 2000 റുപ്യ ഇപ്പോഴെ കാണിക്ക വഞ്ചിട്ട് വെച്ചാല് ഖബറിൽ വരും അത് ഇൻഷാ അല്ലാഹ്. അതാ ഇപ്പൊ പറയാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സദഖ ചെയ്തവരൊക്കെ എഴുതി ലിസ്റ്റ് ലാസ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെ കൊണ്ടുവച്ച് ഞാനതൊന്ന് വായിച്ചു നിന്ന് ദുആരക്കും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അതാണ് നാളെ തരും, എനിക്കറിയാലോ, തരും ഇൻഷാ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബിഖബരിൻ, ഒരു ഖബറിന്റെ അരികിലൂടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോവുകയാണ്. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മൻ സാഹിബു ഹാദൽ ഖബരി, ആരാണ് ഈ ഖബറിലുള്ളത്? ആരുടെ ഖബറാണ്? അതാണ് റസൂലുള്ളാഹി നമ്മൾ ചോദിച്ചത്, ആരുടെ ഖബറാണ്? ഫഖാലൂ ഹാദാ ഖബർ ഫുലാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ പറഞ്ഞു, ഇത് ഇന്ന വ്യക്തിയുടെ ഖബറാണ് നബിയേ. അറിയാലോ സംഭവം, നാളുടെ ഖബറാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലെ വ്യക്തിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, ഈ ഖബറാളിക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിച്ചാൽ ഈ അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ദുനിയാവിന്റെ സകലമാന സമ്പത്തുകളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അയാളെ വിട്ടിട്ട് പോയ കോടാനകോടി സമ്പത്തിനേക്കാൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 2 റക്അത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിന് അഭികാമ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം ഖബറിൽ കിടക്കുന്ന അവസ്ഥ എന്താണ്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു കാണിച്ചു കൊടുക്കുക. ഹദീസിലുള്ളതാണ്, നീ റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ, നിങ്ങൾ ഖബറിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. അതിന് വിധങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്, നമുക്കൊന്നും അതില്ലല്ലോ സംഭവം. നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ വാളിന്റെ ഒന്നും ആവശ്യമില്ല. ചോദിക്കുന്നതിന് മുമ്പേ പൈസ തരും, ചോദിക്കണ്ട അതിന് മുമ്പേ പൈസ. ചുമ്മാ ഓഫീസ് റൂമൊക്കെ പണം കൊണ്ട് ഇങ്ങനെ നിറയും. ഇല്ല അവിടെ കടിച്ചു വെച്ചേക്കുന്നത് വാട്സപ്പിൽ വരുന്ന കണ്ടില്ലേ, ഓരോ റൂമിലൊക്കെ കെട്ട് കണക്കിരിക്കുന്നത് പോലെ. അതേപോലെ വരുമായിരുന്നു. നമ്മളെ കാണിക്കൂലല്ലോ ഇത്, നമ്മളെ കാണിക്കൂല. നമ്മളത് ഗൈബിൽ നമ്മൾ മനസ്സിലാക്കണം, അദൃശ്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്താൻ, 2 റക്അത്തിന്റെ സ്ഥാനം അതല്ലേ ആ ഖബറിൽ കിടക്കുന്നവർക്ക്. ഇപ്പോ 2 റക്അത്തിന്റെ സവാബ് ഉണ്ടെങ്കിൽ അദ്ദേഹം ദുനിയാവിൽ കോടാനക്കോടികൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ അതായിരിക്കും ശ്രേഷ്ഠം. നബി റസൂലുള്ളാഹി പറഞ്ഞു. അതല്ലേ ഒരു കൂട്ടുകാരൻ, 2 റക്അത്ത് ഖബറിൽ ഒരു കൂട്ടുകാരനല്ലേ അല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഇദാ ദഖലൽ മയ്യിതു അൽ ഖബറ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ, ഒരു മയ്യത്ത് ഖബറിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഏത് മയ്യത്ത് ദുനിയാവിലെ നമസ്കാരവും ഇബാദത്തുമുള്ള ഒരു സാലിഹായ മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ,
ആ മയ്യത്ത് ഖബറടക്കിയിട്ട് എല്ലാവരും പോകുമ്പോ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുമത്രേ. ഫയഖൂൽ, ഉടനെ ആ മയ്യത്ത് പറയുമത്രേ, ദഊനി ഉസല്ലി, എനിക്ക് നമസ്കരിക്കാൻ സമയമായി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. ഇബാദത്തുള്ള മനുഷ്യരെ, ചിലരൊക്കെ സുഖമില്ലാതെ കിടക്കുമല്ലോ, ഓർമ്മയില്ല. ഇബാദത്ത് നല്ല ഇബാദത്തുള്ള മനുഷ്യരാണ്, അവർക്ക് പെട്ടെന്ന് അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരിങ്ങനെ നിസ്കരിക്കുന്ന സമയം ലുഹറായി, അസ്റായി, മഗ്രിബായി, ആ വെള്ളമെട്, അത് ഇപ്പൊ നിസ്കരിക്കാം, പായെടുത്തിട്ട് നിസ്കരിക്കാം, വെറുതെ അവന് പുലമ്പിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ ഫിക്ർ അതാണ്, ചിന്ത അതാണ്. നിസ്കാരം ഇബാദത്ത്, ആ ചിന്ത. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ എല്ലാം മൂടുമ്പോ മണ്ണൊക്കെ ഇട്ട് മൂടി പലകയൊക്കെ നിർത്തി കഴിയുമ്പോൾ ഒരു ഇരുട്ടാണല്ലോ. അപ്പോൾ ഈ മയ്യത്തിൽ അനുഭവപ്പെടും അത്രേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് പോലെ. ഉടനെ അദ്ദേഹം പറയാണ്, ദഊനി ഉസല്ലി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. വലാകിന്നഹു ലാ സ്വലാത്ത അലൈഹി, പക്ഷേ അവിടെ അദ്ദേഹത്തിന് നമസ്കാരമില്ല. ഫയുഖാലു, അദ്ദേഹത്തോട് പറയപ്പെടുകയാ, യുസല്ലാ അലൈക വലാ തുസല്ലി അൽയൗം, നിങ്ങളുടെ മേൽ നമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാ, ഇനിമേൽ നിങ്ങൾക്ക് നമസ്കാരമേ ഇല്ല. യുദ്ആ അലൈക, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വലാ തദ്ഉ, ഇനി നിങ്ങൾക്ക് ദുആയേ ഇല്ല. ദുനിയാവിൽ വെച്ച ദുആ നിസ്കാരവും മരിച്ചു കഴിഞ്ഞ് കബറിനകത്ത് കൊണ്ടുവച്ച് നിസ്കരിക്കാൻ അനുവദിക്കണേ. അത് ആ ദുനിയാവിൽ അവൻ സ്വാലിഹായ മനുഷ്യനായതിന്റെ പേരിൽ ആ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോ അവനൊരു കൂട്ടുകാരനായി ആ നമസ്കാരം എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്താലാണ് എന്നെ നമസ്കരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് പറയപ്പെടുന്നത്, നിങ്ങളുടെ നിസ്കാരമൊക്കെ തീർന്നു, ഇനി നിങ്ങൾക്ക് നിസ്കാരം ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫി വഅക്രിം നുസുലഹു വവസിഅ മുദ്ഖലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇനി നിങ്ങൾ ദുആ ചെയ്യേണ്ടതും നമസ്കരിക്കേണ്ടതുമായ ആവശ്യമേ ഇല്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾ ആലിമായോ, അവൻ ഇൽമ പഠിച്ചോ, അവൻ എന്തിനു വേണ്ടിയാണ് ഇൽമ പഠിച്ചത്? ആ ഇൽമ പഠിച്ചിട്ട് അത് വ്യാപിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് തബ്ലീഗ് ചെയ്യുകയും അത് ദഅവത്ത് ചെയ്യുകയും ചെയ്താൽ, അത് തദ്രീസിലൂടെ, അത് ദർസിലൂടെ ജനങ്ങൾക്കും കുട്ടികൾക്കും അത് പഠിപ്പിച്ചു കൊടുത്താൽ, ആ പണ്ഡിതൻ ഖബറിലേക്ക് എത്തിയാൽ ആ പണ്ഡിതന്റെ കൂട്ടുകാരൻ അവൻ പഠിച്ച ഇൽമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിലെ കൂട്ടുകാരൻ, ഖബറിലെ കൂട്ടുകാരൻ ഇൽമ പഠിച്ചാൽ, മരിച്ചു, ഇപ്പൊ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ കാസറ്റ് ആരെങ്കിലും ഒക്കെ കേട്ടാൽ അതിന്റെ സവാബ് ഖബറിലേക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ ആ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഉസ്താദ് മരിച്ചാൽ ആ കുട്ടി ഓതുന്നതനുസരിച്ച് അതിൻ്റെതായ സവാബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. ഇൽമൻ അല്ലമഹു വനശറഹു. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അജ്വദിൽ അജ്വാദ്, ധർമ്മിഷ്ഠതയിൽ ഏറ്റവും വലിയ മഹോന്നതൻ ആരെന്ന് പഠിപ്പിച്ചു തരട്ടെയോ സ്വഹാബാ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും. ആരാണ് ഉദാരൻ, ആരാണ് ധർമ്മിഷ്ഠൻ, ആരാണ് സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന വ്യക്തി, ആരാണെന്ന് സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അറിയിച്ചു തരാൻ ബഹുമാനപ്പെട്ട സഹാബ
സഹാബാക്കൾ പറയുകയാണ്. ഉടനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അല്ലാഹു അജ്വദുൽ അജ്വാദ്, ഏറ്റവും വലിയ ഉത്തമനായ ധർമ്മിഷ്ഠൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഏറ്റവും. അവനല്ലേ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവൻ തന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പിടിച്ചു കൊടുക്കും. 1000 രൂപ ചോദിക്കുമ്പോൾ പിടിക്കും. അല്ലാഹ് ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹ് പിടിക്കാതെ ഹിസാബില്ലാതെയാ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ ഹിസാബായിട്ടാ കൊടുക്കുക. നമ്മൾ പേഴ്സ് എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് നോക്കിയിട്ടാ കൊടുക്കുക. എന്റെ സ്വഭാവം പറയുന്നത് നിങ്ങളുടെ അല്ല, എനിക്കറിയില്ല. അല്ലാഹ് എല്ലാ ദിവസവും വാളിന്റെ എല്ലാം കൊടുത്ത പേഴ്സ് മൊത്തം കാലിയാവൂല. സംഭവം നിറയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കത്തുമില്ലല്ലോ. അപ്പൊ അല്ലാഹ് ഹിസാബ് നോക്കാതെയാണ് നമുക്ക് തരുന്നത്. അല്ലാഹ് ഹിസാബ് നോക്കാതെ തരുമ്പോ നമ്മൾ ഹിസാബ് നോക്കി കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ ഉദാരനും ഔദാര്യവാനും ആരാണ്? ധർമ്മിഷ്ഠനാരാ? അല്ലാഹ്. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാ, അന അജ്വദു ഉൽദി ആദം, ആദമിന്റെ മക്കളിൽ അല്ലാഹുക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ ഞാനത്രേ. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ എപ്പോ പോയാൽ എല്ലാവർക്കും അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഹബീബായ തങ്ങളുടെ അങ്ങനെ കൊടുക്കണം. ഹബീബേ അൽഹംദുലില്ലാഹ് വാരി കൊടുക്കുക. റമളാൻ മാസത്തിലൊക്കെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അത്ഭുതപ്പെടും. നബി തങ്ങൾ ഇങ്ങനെ വാരി വാരി കൊടുക്കുന്നത് കണ്ടിട്ട്. റമളാന്റെ മാസത്തില് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രയ്ക്ക് ഇങ്ങോട്ട് വാരി കൊടുക്കാണ്. അനാ അജ്വദു ഉൽദി ആദം വ അജ്വദു മൻ ബഅദി. ഇനി ശ്രദ്ധിക്കുക. എനിക്ക് ശേഷം ആരാണ് ഉത്തമരായ ധർമ്മിഷ്ഠർ? ആരാണവർ? ഉത്തമരായ ധർമ്മിഷ്ഠർ ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, റജുലുൻ, ഒരു പുരുഷനാ, അലിമ ഇൽമാ, അവൻ ഇൽമ പഠിക്കുകയും ഫനശറഹു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വ്യാപിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ ഇൽമുകൾ കോടാനകോടി രൂപ സദഖകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ വെറുതെയല്ല ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഉറക്കമിളച്ചിവിടെ ഇരിക്കുന്നത്. ഈ വിനീതന്റെ നാവിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഇൽമുകൾ, മൊഴിമുത്തുകൾ അത് നിങ്ങൾ പെറുക്കിയെടുക്കാൻ ആവേശത്തോടെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എറിഞ്ഞു തരുന്ന ഈ ഉലമാക്കളുണ്ടല്ലോ, അവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇവരെ യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദ, നാളെ ആഖിറത്തിൽ ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഒരു സമുദായം പോലെയാ, ഒരു സമുദായം പോലെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഉമ്മത്തൻ വാഹിദ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്കരിച്ച് ഒരു ഉമ്മത്തിനെ വാർത്തെടുത്തു. ഒരു ഉമ്മത്ത് നന്നായി, ഒരു ആലിമ് നന്നായാൽ ഒരു ഉമ്മത്ത് നന്നാവും. ഒരു ഉമ്മത്ത് നന്നായി. ഈ ആലിം ഇൽമു പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ നാളെ ഒരു ഉമ്മത്തിനെ പോലെ ഇദ്ദേഹത്തെ നാളെ ആ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ആഖിറത്തിൽ കൊണ്ടുവരും. പക്ഷെ അദ്ദേഹം ഖബറിൽ കിടക്കുമ്പോൾ ഈ ഇൽമു ആ ഖബറിൽ അദ്ദേഹത്തിന് കൂട്ടുകാരായിട്ട് വരും. ആലിമ കുറഞ്ഞ കാര്യമൊന്നല്ല. ആലിമിനുള്ള അള്ളാന്റെ കൂലി എന്താണെന്നറിയോ നിങ്ങൾക്ക്? من تعلم علما مما يبتغى به وجه الله أعطاه الله أجر 70 نبيا أو كما قال عليه السلام. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടെ നിഷ്കളങ്കതയോടെ ഈ പാവപ്പെട്ട സമൂഹത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കരുതി ആരൊരു പണ്ഡിതൻ, ഏതൊരു പണ്ഡിതൻ ഇൽമു പഠിക്കുന്നുവോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 70 പ്രവാചകന്മാരുടെ സവാബ് അല്ലാഹു ആ പണ്ഡിതന് നൽകുമത്രേ. 70 പ്രവാചകന്മാരുടെ സവാബ് അല്ലാഹുവിന് വേണ്ടി ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തട്ടെ, അല്ലാഹു കൂട്ടത്തിലൊക്കെ നമ്മളെ പെടുത്തട്ടെ.
ഇതൊക്കെ അള്ളാഹ് നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇതാൻ പറയാത്ത കബറിൽ വരുമ്പോ കിടന്നുറങ്ങാൻ മതി. ഈ വാതൊക്കെ അവിടെ വരും. ആരൊക്കെ ഈ വാത് കേൾക്കുന്നു, ആരൊക്കെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇഖ്ലാസ് പോലെ അതൊക്കെ അവിടെ എത്തും. അൽഹംദുലില്ലാ. ഒരാൾ നന്നാവണം, മനസ്സിലാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വാത് പറയുമ്പോ അതൊക്കെ ആ കബറിലെത്തും. റാഹത്തായിട്ട് കിടന്നുറങ്ങാമല്ലോ.